ഈ ലോകത്ത് ഏറ്റവും നശിച്ച് നാറുന്ന സാധനം ഏതാണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ കഴിയും? കഴിയില്ലെങ്കിൽ ഞാൻ പറയുന്നു, അത് പണമാണ്. ഏറ്റവും നശിച്ച നാറുന്ന സാധനം. അതായത് ഒരു തെരുവ് വേശ്യൻ്റെ അടുത്ത് പൈസ പോകും, ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് പൈസ പോകും, ഒരു അമ്പലത്തിലെ പൂജാരീൻ്റെ അടുത്ത് പൈസ പോകും, ഒരു ലക്ഷപ്രഭുവിൻ്റെ കയ്യിൽ പൈസ പോകും, ഒരു കോടീശ്വരൻ്റെ കയ്യിൽ പൈസ പോകും, ഒരു മിഡിൽ ക്ലാസ് ലെവൽ ഉള്ള വ്യക്തികളുടെ കയ്യിൽ പൈസ പോകും. അപ്പോഴൊന്നും നമ്മൾ ഈ പൈസ ആരുടെ കയ്യിൽ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ചിന്താ ശക്തി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അതായത് ഈ ഞാൻ പറയുന്ന ഈ SC/ST കാറ്റഗറികളെ കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ ഈ ജന്മങ്ങളൊന്നും മുന്നിക്ക് വരാത്തത്? ഈ ജന്മങ്ങൾ മുന്നിക്ക് എന്തുകൊണ്ടാണ് ഇന്നും 1990 കാലഘട്ടത്തിലെ പോലെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെന്താ മുന്നിക്ക് വരാത്തത്? ഇന്ന് പല ആൾക്കാരും പല ഭാഗത്ത് സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. എന്തിനേറെ പറയുന്നത്, ചന്ദ്രനിൽ വരെ ആൾക്കാർ സ്ഥലം വാങ്ങി കൂട്ടുന്ന സമയങ്ങളാണ്. ഇന്ന് 2024. ഇനിയും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി ഭയങ്കര മോശമാണ്. കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതിനനുസരിച്ച് ചിന്തിക്കും, പ്രവർത്തിക്കും. ഒരു SC/STനെ തകർക്കാൻ മറ്റൊരു SC/STക്ക് മാത്രമേ കഴിയൂ. അല്ലാതെ വേറൊരു ജാതിയും അതിന് അനുസരിച്ച് അവർ ചെയ്യും. പല ആൾക്കാരും ജാതി വിവേചനം കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അതായത് ഇപ്പോൾ അമ്പലത്തിൽ പോയാലും അവൻ സവർണനാണോ അവർണനാണോ എന്നുള്ള ജാതി വിവേചനം കാണിക്കുന്നവർ ചെയ്യും. പക്ഷെ പൂജാരിക്ക് പൈസ ഏതായാലും പ്രശ്നമില്ല. അത് ഏത് ജാതിൻ്റെയാണോ ഏത് ജാതിയുടെ കയ്യിൽ കൂടെ വന്നു എന്നുള്ളതോ ഒന്നുള്ള പ്രശ്നമില്ല. പൂജാരിക്ക് പണമാണ് ആവശ്യം. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് പൈസയാണ് ലോകത്തിലെ നമ്പർ 1. കാരണം ഈ ഏത് വസ്തുവിൻ്റെ നാറ്റം മാറ്റാൻ പണത്തിനെ കഴിയുമോ? അത് ഇനിയിപ്പോൾ നിങ്ങൾ പെണ്ണ് പിടിച്ചാലും ശരി, ഇനിയിപ്പോൾ വേറുള്ള വഴികൾ ഡ്രഗ്സ് അങ്ങനത്തുള്ള മാർഗങ്ങളിലായാലും കുഴപ്പമൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകത്ത് അതാണ് നടക്കുന്നത്. അപ്പോൾ സ്നേഹബന്ധത്തിനല്ല അവിടെ വില, പണത്തിനാണ് വില. പണം ഉണ്ടോ നിങ്ങളുടെ എല്ലാ നാറ്റങ്ങളും